ഹായ് ഗൈസ്, നമ്മളിവിടെ ഷീറ്റ് അടിക്കാൻ ഉപയോഗിക്കുന്നത് വലിയ സ്ക്രൂ ആണ്. 1.5 പറഞ്ഞെങ്കിൽ 2.5 ഇഞ്ച് 55 mm സ്ക്രൂ ആണ് ഇവ യൂസ് ചെയ്തേക്കുന്നത്. മുഴ ചളങ്ങത്തും ഇല്ല, ക്ലിയർ അടിക്കാൻ പറ്റും. 1 ഇഞ്ചിന് 1.5 ഇഞ്ച് പോലെ 45 സൈസ് സ്ക്രൂ അടിക്കണം. ഇതിന് പ്രത്യേകത ഫ്ലാറ്റിലടിക്കുമ്പോൾ ഈ സ്ക്രൂ പോകുന്ന ജിയാണ്, അത് കുറേ കഴിയുമ്പോൾ തുരുമ്പും. അതിനോട് അനുബന്ധിച്ച് ആ ഫ്ലാറ്റും തുരുമ്പാകാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ വെള്ളം അകത്ത് വരും. ഇവിടെ ആണെങ്കിൽ ഈ സ്ക്രൂ തുരുമ്പാലും അവിടെ കിഴുത്ത് വീണാലും വെള്ളം അകത്ത് ഒഴിക്കില്ല. അതിൻ്റെ പ്രത്യേകത അങ്ങനെയാണ്. അവിടെ റിഡ്ജിൻ്റെ അകത്തിൽ കൂടി വെള്ളം ഒഴിയത്തില്ല. അപ്പം സ്ക്രൂ അടിക്കുന്ന ശ്രദ്ധിക്കുക, ഇങ്ങനെ സ്ക്രൂ അടിക്കണം. വീണ്ടും പണിപ്പിക്കുന്നത് ഈ വലിയ സ്ക്രൂ തന്നെ റിഡ്ജിൽ അടിക്കാൻ ലാഭം നോക്കുമ്പോൾ ഷീറ്റ് ഇപ്പോൾ 10 വർഷം കിടക്കുന്നത് 15 വർഷം ഷീറ്റ് കിടക്കും. 20 വർഷം കിടക്കുന്നത് 25 വർഷം കിടക്കും. അതിന് ഷീറ്റിൻ്റെ ഗ്യാരണ്ടി ഉള്ള അർത്ഥമുള്ള ആ ഷീറ്റ് അകത്തന്നെ കിടക്കും, തുരുമ്പാകത്തില്ല. വെള്ളം ഓടുന്ന സ്ഥലത്ത് തുരുമ്പ് ഓട്ടോമാറ്റിക് തുരുമ്പാകില്ല, സാധ്യത കൂടുതലാണ്. അപ്പോൾ അതിനനുസരിച്ചാണ് ഈ വീഡിയോ ചെയ്യുന്നത്. എല്ലാവരും ശ്രദ്ധിച്ചാലും പണിക്കാരായെങ്കിലും അത്ര ലാഭം നോക്കില്ല. നമ്മുടെ കസ്റ്റമറിൻ്റെ ആ ലൈഫാണ്, നമ്മൾ ചെയ്യുന്ന വർക്കിൻ്റെ ലൈഫാണ് പ്രധാനം. അപ്പോൾ അതിനനുസരിച്ച് വലിയ സ്കൂളിൽ ലാഭത്തിൻ്റെ എല്ലാ കാര്യം 10 വർഷം കിടക്കുന്നത് 15 വർഷം